നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് അവസാനിച്ചു. വളരെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരുപാട് മാച്ചുകൾ ഒരേ സമയത്ത് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലിവർപൂളിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുമായിട്ട് ലിവർപൂള് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. EPL ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ്, ചാമ്പ്യൻസ് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഒരു മാരക പെർഫോമൻസ് ആണ് സ്ലോട്ടും പിള്ളേരും ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ മത്സരത്തിൽ 3-2 ലിവർപൂൾ PSVക്കെതിരെ പരാജയപ്പെട്ടു. നമുക്കറിയാം, ഇന്ന് ജയിച്ചാലും തോറ്റാലും ഈ ഒരു സ്കോർ ലൈനിൽ വലിയൊരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇത് സ്ലോട്ടിന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഇന്ന് കളത്തിലേക്ക് ഇറക്കിക്കൊണ്ടാണ് സ്ലോട്ട് ലിവർപൂളിനെ കളിപ്പിച്ചത്. ഒരുപാട് സീനിയർ പ്ലേയേഴ്സിന് റെസ്റ്റ് അനുവദിച്ചു. എന്തായാലും 2-1 ലീഡിലേക്കൊക്കെ ലിവർപൂളിന് എത്താൻ കഴിഞ്ഞു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ PSV ശക്തമായിട്ട് കളിയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 3-2 PSV ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഈ മത്സരത്തിൽ തോറ്റെങ്കിലും 21 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബാഴ്സലോണ തൊട്ട് പിറകിലുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ബാഴ്സ ജയിക്കുന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. കാരണം അവസാന നിമിഷം വരെ 2-1 ലീഡ് ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അറ്റ്ലാന്റ വളരെ ശക്തമായിട്ട് അവസാന ഘട്ടത്തിൽ കളിയിലേക്ക് തിരിച്ചു വന്നു. 2-2 സ്കോർ ലൈൻ അവസാനിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ലിവർപൂളിനെ മറികടന്ന് ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു ചെറിയ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗോൾ ഡിഫറൻസ് അവിടെ വലിയൊരു റോള് പ്ലേ ചെയ്തത്. 3-ാം സ്ഥാനത്ത് ആർസണലുണ്ട്. ഇന്റർ മിലാനും അത്ലറ്റിക്കോ മാഡ്രിഡും ഒക്കെ ഈ ടോപ്പ് 8 ഉണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പോ നമുക്ക് സ്കോർ ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോർ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലിവർപൂളിന്റെ ഫോം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ടോപ്പ് 8 എല്ലാ ടീമുകളും റൗണ്ട് ഓഫ് 16 ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ EPL നിന്ന് ആസ്റ്റൺ വില്ല, ലിവർപൂൾ, ആർസണൽ ഈ 3 ടീമുകളും ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് തന്നെയാണ്. മറ്റ് ടീമുകളൊക്കെ വളരെ ശക്തന്മാരാണ്. ഇപ്പോൾ 9-ാം സ്ഥാനം മുതൽ 24-ാം സ്ഥാനം വരെയുള്ള ടീമുകൾ ഒരു പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ശക്തമായിട്ടുള്ള ടീമുകൾ ഈ പ്ലേ ഓഫിലുണ്ട്. നമുക്കറിയാം, റയൽ ഉണ്ട്, ബയേൺ ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ക്വാളിഫൈ ചെയ്തു. അപ്പൊ ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കിക്കണ്ട ഒരു മത്സരമാണ് സിറ്റിയുടെ മത്സരം. കാരണം ഇന്ന് സിറ്റി തോറ്റിരുന്നെങ്കിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ സിറ്റി ഫാൻസ് ഒക്കെ ഒന്ന് ഞെട്ടിട്ടുണ്ടാവും. കാരണം ഫസ്റ്റ് ഹാഫ് തീരുന്ന അവസാന ഘട്ടത്തിൽ 1-0 പിറകിൽ പോകുന്ന സിറ്റിയെ നമ്മൾ കണ്ടു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് സിറ്റി കളിയിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരികയും ചെയ്തു. ഫസ്റ്റ് ഹാഫിലെ ഡിഫെൻഡിങ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ള ഒരു മത്സരമാണ്. ലെഫ്റ്റ് വിങ് ഒക്കെ ഓപ്പൺ ആയിരുന്നു. ഈസി ആയിട്ട് പ്ലേയേഴ്സ് ഒക്കെ ഡ്രിബിൾ പാസ് ചെയ്ത് പോകുന്നു. മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ഒരു മികച്ച പെർഫോമൻസ് സിറ്റി കൊണ്ടുവന്നത്. ഒരു ഓൺ ഗോള് സിറ്റിയെ ഹെൽപ്പ് ചെയ്തു. സവീനിയോടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ ഒരു നല്ല പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ സിറ്റിയുടെ സൈഡിൽ നിന്ന് കണ്ടത്. 74% പൊസിഷൻ സിറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു. ഒരുപാട് ചാൻസുകളും അവർ ക്രിയേറ്റ് ചെയ്തു. ഹോം ആൻഡ് എവേ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഈ 2 മത്സരങ്ങൾ ആര് ജയിക്കും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ കൺഫർമേഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിന്റെ ആ ഒരു മികവൊന്നും നോക്കൌട്ടിൽ പല ടീമുകളും കാണിക്കാറില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നോക്കൌട്ടിന്റെ ഫൈനൽ ഡ്രോ ജനുവരി 31 നടക്കും. അത് കഴിഞ്ഞാൽ മാത്രം ഏതൊക്കെ ടീമുകളാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഫൈനൽ കോൺഫർമേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ജയിക്കുന്ന ടീമുകളായിരിക്കും ഡയറക്റ്റ് ആയിട്ട് റൗണ്ട് ഓഫ് 16 വരാൻ പോകുന്നത്. അപ്പോൾ ക്വാളിഫൈ ആയിട്ടുള്ള ടീമുകളും ഈ ടീമും തമ്മിലായിരിക്കും പിന്നീട് മത്സരങ്ങൾ നടക്കാൻ പോവുക. യൂറോപ്യൻ ലീഗിലും കോൺഫറൻസ് ലീഗിലും സെയിം ഫോർമാറ്റ് തന്നെയാണ്
യുഎഫ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.